അസ്സലാമലൈക്കും, വെൽക്കം ടു ദിസ് Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വോയിസ് ഒക്കെ ഇട്ട് കൂടുതലും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഡേ ഇൻ മൈ കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ കാണാം അല്ലേ. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ 5:30 സമയം. ഇതിപ്പോൾ ഇഡ്ലിയുടെ മാവ് നല്ല കറക്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മാവ് കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം എനിക്ക് നല്ല പോസിറ്റീവായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് തലേദിവസം ഒരു 6 മണിയൊക്കെ അപ്പോൾ അരച്ച് വെച്ചതാണ്. എന്നിട്ട് ഞാൻ അവനിൽ എടുത്ത് വെച്ചേക്കും കേട്ടോ. കാര്യം ഇവിടെ AC ഇടുന്നതുകൊണ്ട് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കത്തില്ല അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് സ്പോഞ്ച് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും വെള്ള ചമ്മന്തിയും പിന്നെ സാമ്പാർ ഇന്നലത്തെയാണ് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാർ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇത് മക്കൾക്ക് കൊടുത്തു വിടാനായിട്ട് ഒരാൾക്ക് ഇഡ്ഡലി തന്നെയാണ് കൊടുത്തു വിടുന്നത്, ഒരാൾക്ക് ബോംബെ സാൻഡ്വിച്ച് ഇല്ലേ അതാണ് ഉണ്ടാക്കുന്നത്. അതിന് ആലൂ പൊറോട്ടയുടെ മിക്സ് തന്നെ, അതേ ഫില്ലിംഗ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആലൂ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഫില്ലിങ്ങിൽ ബോംബെ സാൻഡ്വിച്ചിൽ അവർ ഗ്രീൻ ചട്നി ചേർക്കും, പക്ഷേ എൻ്റെ മക്കൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ബട്ടർ 2 സൈഡും വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഡിന്നറിന് ആലൂ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ഫില്ലിംഗ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത്. അപ്പോൾ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതൊന്നും പിന്നെ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അറിയാമല്ലോ, രാവിലത്തെ തിരക്ക് ഭയങ്കരമാണ്. ആ ഒരു സമയത്ത് ക്യാമറയായിട്ട് ചെന്നാൽ അതിൻ്റെ പൊസിഷനിങ്ങും എല്ലാം നോക്കി വരുമ്പോൾ പിന്നെയും ലേറ്റ് ആവും. അപ്പോൾ അത് കാരണം മക്കളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. നടന്നു പോയാൽ മതി. അപ്പോൾ ഞാനും ചില ദിവസങ്ങളിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന ദിവസം ഹസ്ബൻഡ് ഡയറക്റ്റ് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകും. ഇതിപ്പോൾ ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് ഞാനൊന്ന് നടക്കാൻ പോവാന്നേ. എനിക്ക് ഇറങ്ങാനുള്ള മടിയാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാനും മടിയാണ് വീട്ടിലേക്ക്. അപ്പോൾ അത് കാരണം ഈ കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാവും. ഇപ്പോൾ തന്നെ ചൂടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ചൂട് തുടങ്ങും. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് പ്രോജക്റ്റൊക്കെ തീർന്നു. അത് കാരണം എനിക്ക് വർക്കില്ല. പിന്നെ ഞാനും കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുൾ ഡേ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. എന്നാലും ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേഖ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. രേഖയ്ക്ക് എനിക്കൊക്കെ ഇങ്ങനെ ഒരു മൈനയെ കണ്ടാൽ അടി കിട്ടും എന്നുള്ളൊരു വിചാരം ഉള്ളതുകൊണ്ട് ഒരു മൈനയെ കണ്ടാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു മൈനയെ ഒരാൾ കണ്ടാൽ സ്നേഹം കാരണം അടുത്തയാളെയും വിളിച്ച് കാണിക്കാറുണ്ടായിരുന്നു. അടി കിട്ടുന്നെങ്കിലും ഒരുമിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് പേർക്ക് ഇതിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യം. അന്നൊന്നും അത് തിരിച്ചറിയാനുള്ള വിവരമില്ലല്ലോ, അതൊരു കള്ളത്തരമാണ്, അടിയൊന്നും കിട്ടത്തില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവരമൊന്നും അന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് മെമ്മറീസ് അല്ലേ. ഇനി ഇതിൻ്റെ മീ ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കളും ഹസ്ബൻഡും എല്ലാവരും സ്കൂളിലോ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സമയത്ത് നല്ല ചായയൊക്കെ കുടിച്ച് ന്യൂസ് പേപ്പർ വായിച്ചിരിക്കാൻ. പണ്ടൊക്കെ ന്യൂസ് പേപ്പറിൽ മെയിനായിട്ട് നോക്കുന്നത് സിനിമ വിശേഷങ്ങളായിരുന്നു, അതേ നോക്കാറുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ലോക വിവരമൊന്നും വയ്ക്കാൻ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയസ്സാവുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. ന്യൂസ് പേപ്പറൊക്കെ അരിച്ച് പറക്കി വായിക്കാറുണ്ട്. പിന്നെ ജോബ് വേക്കൻസീസൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങി. അങ്ങനെ ന്യൂസ് പേപ്പർ വായനയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാനിപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഹസ്ബൻഡിന് ഓഫീസിൽ പോകണ്ടെന്ന്, അത് കാരണം ഞാൻ ലഞ്ച് കൊടുത്തു വിടാനായിട്ട് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജോലിയൊക്കെ രാവിലെ തീരും. പക്ഷേ ഇന്നിപ്പോൾ പോകണ്ടാത്തതുകൊണ്ട് ലഞ്ചൊക്കെ ഞാൻ ഓൾറെഡി ചോറ് ഇന്നലെ തന്നെ രാത്രിയിൽ തെർമൽ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നൊരു മീൻകറി വെക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയാണ്. ഈ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള. കറിയിൽ പച്ചമുളക് ഇടണമായിരുന്നു. അപ്പോൾ എൻ്റെ പച്ചമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ആകെ 2 ഉള്ളത് ഞാൻ മെഴുക്കുവരട്ടിയിൽ ചേർക്കാനായിട്ട് വെച്ചേക്കാണ്.
ഇപ്പോൾ മന്ത്ലി ഗ്രോസറി നമ്മൾ പോയി വാങ്ങുന്നത് നിർത്തിയിട്ട് ലുലു വഴി ഓൺലൈൻ ഡെലിവറിയാണ് ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരം സാധനം കിട്ടും. ആ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറി തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരല്പം ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഓവർനൈറ്റ് ഓട്സ് ഒന്നും അല്ല കേട്ടോ. ഞാൻ രാവിലെയാണ് ശരിക്കും ഈ ഓട്സിനകത്ത് കുറച്ച് യോഗേർട്ടും മിൽക്കൊക്കെ ചേർത്ത് വെച്ചത്. എനിക്ക് ഒത്തിരി അങ്ങ് സോക്ക് ചെയ്ത് ഇഷ്ടമല്ല, കുറച്ചൊരു ക്രഞ്ചിനെസ് വേണം. അപ്പോൾ റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തേക്കുന്നത്, ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ്, അങ്ങനെ എന്തോ അതിന് പേര്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്. ഒട്ടുമല്ല, ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് ഫുഡ് ഇഷ്ടമുള്ള കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒഴിവാക്കാൻ പിറ്റേ ദിവസം ഞാനൊന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇന്നലെ ഞാൻ ഗ്രിൽഡ് ചിക്കനും ആലൂ പൊറോട്ടയൊക്കെ കഴിച്ചത്. അപ്പോൾ ഉണ്ടായ ഒരു കുറ്റബോധം മാറ്റാനായിട്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഇപ്പോൾ ഒരാൾ ചിക്കൻ ബിരിയാണി എനിക്ക് തന്നാൽ ഞാനൊന്ന് കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡ് മാറ്റി വെച്ചിട്ടുള്ള കൺട്രോളൊന്നും എനിക്കില്ല. സാധാരണ ഒരു കിച്ചണ് വെച്ച് എനിക്ക് പാത്രങ്ങൾ വളരെ കുറവാണ്. എന്നാലും പാത്രം കഴുകാൻ നേരം ഒരുപാട് പാത്രം കാണുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു അക്ഷയ പാത്രമാണ് എൻ്റെ സിങ്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പാത്രം കണ്ട ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയി. വെളിച്ചെണ്ണ കട്ടയായിട്ടായിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അതിന് ശരിക്കും വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യുന്നതായിട്ടാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇതിപ്പോൾ ഓൾറെഡി മെഴുക്കുരട്ടിക്ക് വേണ്ടി കട്ട് ചെയ്തുകൊണ്ട് എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് ചോറും ചമ്മന്തിയും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും പിന്നെ പൊരിച്ച മീനും. ഇതെൻ്റെ ഒരു സ്കൂൾ ടൈമിൽ കൊണ്ടുപോകുന്ന സമയത്തുള്ളൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ ചെറുപയർ തോരൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എക്സസ് ആയിട്ടുള്ള എണ്ണയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാമെന്ന്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, എണ്ണ ഒഴിച്ചപ്പോൾ ഒത്തിരി കൂടിപ്പോയി. അപ്പോൾ ഇനി മീൻ വറുക്കാനുണ്ട്. അപ്പോൾ മീൻ ഓൾറെഡി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണയിൽ വറുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഉമ്മ വെള്ളരിക്കയിട്ടൊരു ഒഴിച്ചേറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കടുക് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് ആൻഡ് സീസണിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഞാൻ വാങ്ങിയ ഈ ഒരു കാസ്റ്റ് ആൻഡ് പാനെന്ന്. ഇത് ഞാൻ പാൻ എമിറേറ്റ്സിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതുവരെയും മോശമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു പാൻ തന്നെയാണ്. അല്ല, സീസൺ ചെയ്തൊരു കാസ്റ്റ് ആൻഡ് പാൻ നമ്മളിങ്ങനെ മീനൊക്കെ വറുക്കുമ്പോൾ ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മീൻ നന്നായിട്ട് കുക്കായിട്ടില്ലെന്നാണ് കേട്ടോ. അപ്പോൾ നന്നായി കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ഇളകി വരും. നോൺ സ്റ്റിക്കിനേക്കാൾ എളുപ്പത്തിൽ ഇളകി വരും. നല്ല ടേസ്റ്റുമാണ്, മീനൊക്കെ നല്ല മൊരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക ഒഴിച്ചു കറി, പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ. ചോറ് ഓൾറെഡി തേർമൽ കുക്കറിൽ ശരിയായിട്ടിരിക്കുക. നമ്മൾ രാവിലെ അതെടുത്ത് ഒന്ന് തിളപ്പിച്ച് വാർത്തതിന് ശേഷം ഒന്ന് മുരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ നാളത്തേക്കായിട്ടുള്ള അപ്പത്തിനുള്ള മാവ് വൈകുന്നേരം അരയ്ക്കാൻ വേണ്ടി പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം ഞാനൊന്ന് വീടൊന്ന് ഒതുക്കി ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന ഷൂട്ട് ചെയ്തിടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ നടക്കില്ല. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി ഉച്ചയ്ക്ക് കുഴച്ച് വയ്ക്കുകയാണ്. രാത്രിത്തേക്കുള്ള ചപ്പാത്തിയാണ്. പക്ഷെ നേരത്തെ കുഴച്ച് വയ്ക്കുന്നതെന്ന് വെച്ചാൽ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന ശേഷം എനിക്ക് പിന്നെ ഇതൊന്നും നടക്കത്തില്ല. പിന്നെ വൈകുന്നേരം ചായക്ക് കൂട്ടാനായിട്ട് ചെറുപയറിങ്ങനെ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് തണുപ്പ് മാറാനായിട്ട്, ഇത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ തണുപ്പ് മാറാനായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി 2 മണിയായിട്ടുണ്ട്. ഞാൻ മക്കളെ വിളിക്കാൻ പോവാന്ന്. സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ അടുത്താണ്. പക്ഷേ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്കും ചൂടാണ് ഇപ്പോൾ പുറത്ത്.
ഈ ഒരു 2 മണിക്കൊക്കെ നല്ല ചൂടാണ്. സമ്മർ അറ്റ് ദ പീക്ക് എന്ന് തന്നെ പറയാം. പിന്നെ അവർക്ക് വീട്ടിലെത്തിയിട്ട് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ അത് മോളിതാ കുടിക്കുകയാണ് കേട്ടോ. ഞാനും കുടിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോവും ഈ പുറത്തിറങ്ങിയിട്ട് വരുമ്പം. അപ്പോൾ അത് കാരണം പുറത്തിറങ്ങുന്നവരെല്ലാവരും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടേ എന്തായാലും പുറത്തിറങ്ങാവുള്ളൂ. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ലുലു എന്നുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഓർഡർ കൊടുത്തത് അവർ ഹോം ഡെലിവറി ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ പെട്രോളിൻ്റെ വിലയൊക്കെ കൂടിയത് കാരണം തന്നെ മന്ത്ലി ഗ്രോസറി നമ്മൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ലാഭമായിട്ട് തോന്നിയത്. അപ്പോൾ മന്ത്ലി ഉള്ള ഗ്രോസറിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇനി അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനാണ് പ്ലാൻ. പിന്നെ രാത്രി ഡിന്നറിന് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറി തന്നെ നാളെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാനാണ് പ്ലാൻ. പിന്നെ ചപ്പാത്തി ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കറി വെക്കുന്നതിനിടയ്ക്ക് ഞാനും ഉമ്മയും കൂടെ ചപ്പാത്തി വേഗം ഉണ്ടാക്കി. പിന്നെ അതാ ഗ്രീൻ പീസ് കറി ആവുന്നുണ്ട്. സാധാരണ ഗ്രീൻ പീസ് കറി തന്നെ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം സവാള ഒന്ന് ബ്രൗൺ ഒന്നിറാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തക്കാളി, പിന്നെ ഗരം മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരല്പം പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പിപ്പോൾ ഇടണ്ട, ഉപ്പ് ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത്. ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ മീൽ പ്ലാനിങ് അനുസരിച്ച് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ അല്പം കാഷ്നട്ടും കൂടെ ചേർത്ത്, തേങ്ങാപ്പാലല്ല തേങ്ങ തന്നെ കാഷ്നട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഉപ്പിടുന്നുള്ളൂ കേട്ടോ. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പാത്രമെല്ലാം കഴുകി, പിന്നെ ഇതിനിടയ്ക്ക് നമസ്കാരവും പിന്നെ മക്കളെ പഠിപ്പിക്കലും, മക്കൾക്കെല്ലാം എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുമെല്ലാം ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉമ്മയും ഹെൽപ്പിനുണ്ട്. ഉമ്മക്ക് മോളുടെ പഠിത്തമെല്ലാം കൂടുതൽ നോക്കുന്ന ഉമ്മ തന്നെയാണ്. ഇനി പാത്രമെല്ലാം കഴുകി പിന്നെ മക്കളുടെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. രാവിലെ ഒരു തിരക്കോ ഹറിബറിയൊക്കെ ഒഴിവാക്കാനായിട്ട്. പിന്നെ ചെയ്യുന്ന കാര്യം, കിച്ചൺ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, സിങ്കും സ്റ്റൗ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. എല്ലാം ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ, ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല. പക്ഷേ ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിങ്ക്. അത് നോൺ വെജ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് മീൻ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ, ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ സിങ്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാറുണ്ട്. അതിനായിട്ട് ആദ്യം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് വൈറ്റ് വിനീഗർ ഒഴിക്കും, പിന്നെ നല്ല ചൂടുവെള്ളവും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആഴ്ചയിലൊരു 2 ദിവസം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മീനും ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സിങ്ക് കഴുകിയിട്ടിരുന്ന സിങ്കിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും മാറും. ചെറിയ ബ്ലോക്കുകളൊക്കെ അങ്ങനെ മാറും. മാത്രമല്ല സിങ്ക് നല്ല ക്ലീനായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനീഗറും ഇട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിങ്കിലേക്ക്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഇതെന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. പക്ഷേ സിങ്കിൽ നല്ല കാര്യമായ, അതായത് പ്രകടമായ വ്യത്യാസം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, എന്നാലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി എൻ്റെ മൊബൈൽ ബാറ്ററിയോടൊപ്പം എൻ്റെയും ചാർജ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കണ്ട. Thank you for watching. See you in another video. Bye from Zeus Peppercandy.